ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാനറ്റോക്സ്. അപ്പോൾ 1000 years old എന്ന് പറയുന്ന BLന്റെ മലയാളം എക്സ്പ്ലനേഷന്റെ ലാസ്റ്റ് എപ്പിസോഡാണിത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് റെസ്റ്റോറന്റ് കായ്ക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന നമ്മുടെ പന്നിനെ കാണിച്ചുകൊണ്ടാണ് നിർത്തിയത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് യോയ്ക്കും നമ്മുടെ കായ്ക്കും ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവാൻ പോകുന്നില്ല, കാരണം ഞാനൊരു വാമ്പറാണ്, നിങ്ങൾ ഹ്യൂമൻസ് ആണ്, എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായെന്ന് പറയുമ്പോൾ ഇത് കേട്ട് യോയും ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തോ ഈ പറയുന്നത്, തിരിച്ചു പോകാനുള്ള സമയമായെന്നോ? ഇത് കേട്ട് നമ്മുടെ പന്ന അവന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്, ഞാൻ ഇന്ന് മുതൽ ഒരു റിയൽ വാമ്പയർ ആയിട്ട് ജീവിക്കാൻ പോവുകയാണ്, ഞാൻ പോർക്ക് പ്ലേറ്റ് സൂപ്പ് കുടിക്കുന്നതൊക്കെ നിർത്താൻ പോവുകയാണ്, എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായെന്ന് പറയുമ്പോൾ ഇത് കേട്ടെത്തുന്ന ഷിന്നും ഷോക്കാവുകയാണ്. പന്നം പറയുന്നുണ്ട്, ഈ ഒരു കട നീ ഏറ്റെടുത്ത് നടത്തിയില്ലെങ്കിൽ എനിക്കിത് ക്ലോസ് ചെയ്യുക അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് നമ്മളെ കായ് ദേഷ്യത്തില് ഓരോന്നൊക്കെ പറയാണ് അവനെ, നീ എന്താന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ, ഇത് അടയ്ക്കണമെങ്കിൽ നിനക്ക് അടയ്ക്കാം, അല്ലെങ്കിൽ കത്തിച്ച് കളയണമെങ്കിൽ നിനക്ക് കത്തിച്ച് കളയാമെന്ന് പറഞ്ഞ് ഷിന്നും കായും അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ്. ദേഷ്യത്തിലെ യോയും പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല നിനക്ക് എന്തോ സംഭവിച്ചതെന്ന്, എന്തായാലും നീ ഇപ്പൊ ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇന്നലെ നീ ഒരു നല്ല മൂഡിലായിരുന്നു, നീ ഒരു നല്ല വാമ്പയർ ആണെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഇന്ന് നിനക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ, എനിക്ക് നിന്നോട് വളരെയധികം ദേഷ്യമുണ്ടെന്ന് പറഞ്ഞ് അവനും ദേഷ്യത്തിൽ പോവുകയാണ്. സങ്കടത്തിലെ പന്നം പറയുന്നുണ്ട്, എന്റെ ലാസ്റ്റ് ഡേ നിങ്ങളുടെ കൂടെ സന്തോഷത്തിലിരിക്കാൻ കഴിഞ്ഞില്ല, അതിന് സോറി, നിങ്ങളെല്ലാരും ദേഷ്യപ്പെടുത്തിയില്ല സോറി എന്ന് ചോദിക്കുകയാണ്. പിന്നീട് ഇവര് മൂന്നുപേരും പന്നിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ സോംചായ് എത്തുന്നത്. ആ റെസ്റ്റോറന്റ് പൂട്ടിപ്പോയത് നന്നായി, അല്ലേലും അവിടെ കസ്റ്റമേഴ്സ് ഒന്നും വരത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഷിന്ന അവനോട് ദേഷ്യപ്പെടുകയാണ്, നീ എന്തോ ഈ പറയുന്നത്, ഞങ്ങൾക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഒക്കെ ഉള്ളതാ എന്ന് പറയുമ്പോൾ അതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതൊക്കെ ഫേക്ക് ആയിരുന്നു എന്നാണ് സോംചായ് പറയുന്നത്. കായും എന്തോ ഫേക്കോ എന്ന് ചോദിക്കുമ്പോഴാണ് അവനും പറയുന്നത്, എന്തോ നിങ്ങൾക്കപ്പോൾ ഇതൊന്നും മനസ്സിലായില്ലേ, നിങ്ങളൊക്കെ എന്തൊരു സ്റ്റുപ്പിഡാ, ഇതൊക്കെ നിങ്ങളുടെ മിസ്റ്റർ പന്ന് വെറുതെ സ്വന്തം കാശിറക്കി ആൾക്കാരെ വെളുത്തിച്ചതാണ്. കായ്ക്കും പന്നിനും ഷിന്നിനും കൂടാതെ യോയ്ക്ക് പോലും ഫാൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ എങ്ങനെ വരാനാ, യോ വീഡിയോയിൽ പോലും വന്നിട്ടേ ഇല്ല, പിന്നെ അവൻ എങ്ങനെ ഫാൻസ് ഉണ്ടാവാനാ, ഇതൊക്കെ നിങ്ങളുടെ മിസ്റ്റർ പന്ന് കാശിറക്കി ആൾക്കാരെ വെപ്പിച്ചതാണെന്ന് പറയാണ്. ഈ സത്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ അറിയുന്നതെന്ന് നിങ്ങൾ അവനോട് ചെന്ന് പറയാനൊന്നും നിൽക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന രംഗത്തില് നമ്മുടെ പന്നിന്റെ റൂമിൽ യോ ചെന്ന് തട്ടുന്നുണ്ടെങ്കിലും അവൻ വരുന്നേയില്ല, അവന് വേണ്ടിയിട്ട് കുറെ നേരം റെസ്റ്റോറന്റിൽ വെയിറ്റും ചെയ്യുന്നുണ്ട്. യോയെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ബോയിയും യാമും അവിടെ എത്തുകയാണ്. അങ്ങനെ ബോയിയും നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് ബോയിയോട് എല്ലാ കാര്യങ്ങളും അവൻ പറയുന്നത്. ഇത് കേട്ടിട്ട് അവളും മനസ്സിലാവാൻ നിൽക്കുമ്പോഴാണ് അവൻ പറയുന്നത്, എനിക്ക് മറ്റൊന്നും തന്നെ അറിയത്തില്ല, പന്നിന്റെ സ്വഭാവം ഇപ്പം അവനെ പോലെ അല്ല, അവൻ മറ്റൊരു സ്വഭാവമാണ് കാണിക്കുന്നതെന്നും യോ പറയാണ്. യാമൻ പറയുന്നുണ്ട്, ഇതൊക്കെ ജഞ്ച കാരണമാണോ ഇനി ആർക്കറിയാം, ഇനി ജഞ്ചയും പന്നും തമ്മിൽ എന്തെങ്കിലും നമ്മുടെ ബോയും പറയുമ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ യോയ്ക്ക് സങ്കടം വരുന്നുണ്ട്. ജഞ്ചയുടെ കാര്യത്തിൽ നീ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പോവുകയാണോ, നീ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ലെന്ന് എനിക്ക് അറിയാം എന്നൊക്കെ അവനോട് പറയുന്നുണ്ടെങ്കിലും പിന്നീട് അവനും സങ്കടത്തിൽ ശാസനം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ബോയ്ക്ക് ഒരു ലെറ്റർ കിട്ടുകയാണ് പന്നിൻ്റെത്. അങ്ങനെ ഇത് നമ്മുടെ യോ വായിക്കുന്നുണ്ട്. ഇത് അവന് വേണ്ടിയിട്ട് എഴുതിയ കത്താണ്. മാസ്റ്റർ യോ, നിങ്ങൾ എനിക്ക് തന്ന എല്ലാ ഗിഫ്റ്റും ഞാൻ സൂക്ഷിച്ചു തന്നെ വെക്കും, ഞാനിപ്പോൾ പോവുകയാണ്. എൻ്റെ റൂം പക്ഷെ ഞാൻ അതേ കണക്ക് തന്നെ ഇട്ടിട്ടാണ് പോകുന്നത്. എൻ്റെ റൂമിലുള്ള എല്ലാ വസ്തുക്കളും നിങ്ങളുടേതാണ്, എൻ്റെ ഹൃദയവും നിങ്ങളുടേതാണ്. എന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ റൂമിലേക്ക് ചെല്ലാം, എൻ്റെ എല്ലാ സാധനങ്ങളും എൻ്റെ എല്ലാ ഓർമ്മകളും അവിടെ തന്നെ ഉണ്ടെന്ന് പറയാണ്. ഈ കത്ത് വായിച്ച് നമ്മുടെ യോ കുറച്ച് ഇമോഷണൽ ആവുകയും അവന്റെ റൂമിലേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. അവൻ ലെറ്ററിൽ എഴുതിയിരുന്നത് പോലെ അവന്റെ എല്ലാ സാധനങ്ങളും ആ റൂമിൽ കണ്ട് അവൻ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ യോ ടെറസിലിരിക്കുമ്പോൾ കായ അവിടെ എത്തിയിട്ട് അവനോട് പറയുന്നുണ്ട്, എനിക്ക് പന്നിനെ ഒത്തിരി മിസ് ചെയ്യുന്നു എന്ന്. യോയും പറയുന്നുണ്ട്, എനിക്കും ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്, അവൻ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ കാണാതായി പോയി, ഇതുവരെയും അവൻ എന്നെ ഒരു വട്ടം കൂടി വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് അവിടെ യാം എത്തുന്നത്. അവളും വന്നിട്ട് അവനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം എന്ന് പറയുമ്പോഴാണ് നമ്മുടെ യോ പറയുന്നത്, അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, സോംചായും ജഞ്ചയും അവന്റെ കൂടെ തന്നെ കാണാതെ പോയിരിക്കുകയാണെന്ന് പറയാണ്. നീ അതിനെ പറ്റിയിട്ടൊന്നും വിചാരിച്ച് പേടിക്കണ്ട, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ യാമ് നെക്സ്റ്റ് ഡേ ഇവർ 3 പേരുമായിട്ട് അവരുടെ ഐഡിയ പ്രയോഗിക്കുകയാണ്. പന്നിന്റെ ഫോട്ടോ എല്ലായിടത്തും ഒട്ടിച്ചിട്ട് അവർ നോട്ടീസ് കൊടുക്കുകയാണ് ഓരോരുത്തരുടെയും കയ്യിൽ, ഈ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഈ നമ്പറിലേക്ക് വിളിക്കണമെന്ന് പറഞ്ഞ്. മിസ്സിംഗ് നോട്ടീസിനകത്ത് അവന്റെ സ്വഭാവ സവിശേഷതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അവനെ കാണാൻ കുറച്ച് വിയേർഡ് ആയിരിക്കും, പക്ഷെ ആള് ഭയങ്കര പാവമാണ്, നിങ്ങൾ എന്തായാലും വിളിക്കാൻ മടിക്കരുത് എന്ന് പറഞ്ഞാണ് നോട്ടീസ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുകയാണെങ്കിലും ഇതുവരെയും പന്നിനെ പറ്റിയിട്ട് ഒരു അറിവ് പോലുമില്ല. അങ്ങനെ ഇവർ സങ്കടത്തിൽ ടെറസിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ യോയ്ക്ക് ഒരു കോൾ വരുന്നത്. അങ്ങനെ ആ ഒരു കോൾ വന്നതിന് ശേഷം ഇവര് 3 പേരും ഒരു വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോഴാണ് പന്നും ജഞ്ചയും വെഡിങ് ഡ്രസ്സിലൊക്കെ നിൽക്കുന്നത്. ഇത് കണ്ട് നമ്മുടെ യോയ്ക്കും വളരെ സങ്കടം തോന്നുന്നുണ്ട്. പന്നും ജഞ്ചയും കല്യാണം കഴിക്കാൻ പോകുകയാണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. വീട്ടിൽ ചെന്ന് അവൻ വളരെയധികം കരയുന്നുണ്ട് സങ്കടത്തില്. അച്ഛനും അനിയത്തിയും നല്ല രീതിയിൽ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നതേ ഇല്ല. പന്നാണ് എപ്പോഴും അവനെ പറ്റി ചിന്തിച്ച് അവനോട് കൂടുതൽ സംസാരിച്ച് അവനെ ഇപ്പൊ പ്രണയത്തിലാക്കിയിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് പൻ തന്നെ
മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവനെ ബിട്രൈ ചെയ്തു എന്നാണ് അവന്റെ ചിന്ത. അടുത്ത ദിവസം യാമും കായും കൂടെ പന്നിനെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പന്നിനെ പറ്റിയിട്ട് എന്ത് സംസാരം വന്നാലും യോയെ സങ്കടപ്പെടുത്തിയതിനെ പറ്റിയിട്ട് ആലോചിച്ച് നമ്മുടെ കായ അവനെ കുറെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം പയ്യെ നമ്മുടെ പന്ന് അടുത്ത് വന്ന് നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. പന്നിക്കുന്നു എന്ന് സിഗ്നൽ കൊടുക്കാൻ അവൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇവളാണെങ്കിൽ സംസാരിച്ചുകൊണ്ടേ തന്നെ ഇരിക്കുകയാണ്. അവൻ എത്തിയെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എടി നീ എന്താടി അവൻ വന്നത് എന്റെ അടുത്ത് പറയാഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞേടി പക്ഷെ നീ കേട്ടില്ല എന്നാണ് അവളും പറയുന്നത്. എന്നാൽ അവൾ പന്നിനെ പറ്റി പറഞ്ഞത് അവൻ കേട്ടതുകൊണ്ട് അവൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വെറുതെ പോർക്ക് ബ്ലഡ് സൂപ്പ് ഓർഡർ ചെയ്യാണ് പന്നും. പക്ഷെ അവളാണെങ്കിൽ അവനെ ഇഗ്നോർ ചെയ്ത് പോവുകയാണ്. രാത്രിയില് അവൾ അവിടേക്ക് തിരിച്ചു വരുമ്പോ പന്ന് ഇതുവരെയും അവിടുന്ന് പോകാതെ അവിടെ തന്നെ ഇരിക്കുമ്പോഴാണ് അവളത് കണ്ട് അവന് പോർക്ക് ബ്ലഡ് സൂപ്പ് വെച്ചു കൊടുക്കുന്നുണ്ട്. പോകുന്നതിന് മുന്നേ പന്നിന് അറിയാമായിരുന്നു കായ് ഇതുവരെയും അവനോട് ദേഷ്യത്തിൽ നിന്ന് മാറിയിട്ടില്ലെന്ന്. പക്ഷെ എന്നിട്ടും അവന് ആ റെസ്റ്റോറന്റില് അവളെ തന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജഞ്ചയും പന്നും സംസാരിക്കുന്നതാണ്. അവൾ അവന്റെ അടുത്തേക്ക് കൂടുതൽ സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് നമ്മളുടെ പേരൻസിന്റെ ആ ഒരു വാക്ക് കൊണ്ട് മാത്രമാണ്, അല്ലാതെങ്കിൽ ഞാൻ അത് ചെയ്യില്ലായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. ഞാൻ യോയെ അല്ലാതെ മറ്റാരെയും ഈ ജന്മത്തെ സ്നേഹിക്കാൻ പോകുന്നില്ല എന്നും പറയാണ്. ജഞ്ചയ്ക്കും അറിയാമായിരുന്നു എന്തായാലും പൻ അവളുടേതാകത്തില്ല എന്ന്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഇവർ ജീവിക്കുന്നു. ഈ കാലം മുഴുവനും യോയെ മാത്രമാണ് അവൻ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. യോ മരിച്ച് അവൻ പുനർജനിക്കുമ്പോൾ ഏത് രൂപത്തിലായാലും അവനെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നതു നമ്മുടെ പൻ. അവന്റെ കഴുത്തിലുള്ള ഒരു മാർക്ക് കാരണം പെട്ടെന്ന് തന്നെ യോയെ കണ്ടുപിടിക്കാൻ പന്നിന് സാധിച്ചിരുന്നു. ഇതെല്ലാം ഇത്രയും വർഷമായിട്ട് ജഞ്ച വിറ്റ്നസ് ചെയ്ത കാര്യമാണ്. ഇതേ സമയം സോംചായി സങ്കടപ്പെട്ടിരിക്കുന്ന യോയെ കാണാനായിട്ട് അവന്റെ അടുത്ത് എത്തുന്നുണ്ട്. പക്ഷേ യോ ആണെങ്കിൽ എനിക്കിപ്പോ ഒരു മൂഡില്ല, നീ പിന്നെ വാ നമുക്ക് നാളെ സംസാരിക്കാം എന്ന് പറയുകയാണ്. ഇത് കേട്ട് അവനും ഷോക്ക് ആവുന്നുണ്ട്. അടുത്ത ദിവസം ഇവര് കണ്ടുമുട്ടുമ്പോ യോയുടെ കഴിഞ്ഞ ജന്മങ്ങളെ പറ്റിയിട്ടുള്ള കാര്യമാണ് സോംചായി അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അവൻ എങ്ങനെയാണ് മരിച്ചത് എന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വീണ്ടും അവനെ കഴിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇത്രയും ജന്മങ്ങൾ അവൻ ജീവിച്ച് മരിച്ചത് നമ്മുടെ സോംചായി കാരണമാണെന്ന്. നിങ്ങൾ ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ കടിക്കാൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ പൻ അവിടെ എത്തി അവനെ രക്ഷിക്കുകയാണ്. എന്നിട്ട് യോയോടും പറയുന്നുണ്ട് നീ പേടിക്കണ്ട, ഞാൻ എപ്പോഴും നിന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന്. എന്നാൽ യോ ഇപ്പോൾ അവനോട് എനിക്ക് എന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ അറിയാം, അതിനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. പന്ന അവനോട് സംസാരിക്കാനായിട്ട് ചെല്ലുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ യോ പറയുന്നത് എനിക്ക് ഈ ജന്മത്തിന് ശേഷം നിന്നെ ഒരിക്കലും കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. ഇത് കേട്ട പന്നം സങ്കടപ്പെടുന്നുണ്ട്. ഇപ്പൊ കുറച്ചു നാൾ കഴിഞ്ഞു പോയിരിക്കുകയാണ്. യോ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് കരുതി പന്ന സെയിം അപ്പാർട്ട്മെന്റിൽ തന്നെ അവനെ കാത്ത് കഴിയുന്നുണ്ടെങ്കിലും അവൻ കുറെ നാളായിട്ട് വരുന്ന ഒന്നുമില്ല. ഇടയ്ക്കൊക്കെ യോ അറിയാതെ അവന്റെ വീട്ടിൽ ചെന്ന് അവനെ സീക്രട്ട് ആയിട്ട് അവൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. കാരണം പന്നിന് യോയെ ഇപ്പോഴും ഇഷ്ടമാണ്, എപ്പോഴും അവനെ തന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതേ സമയം ജഞ്ച സോംചായോട് സംസാരിക്കുന്നുണ്ട്. പന്ന് എനിക്കുള്ളതല്ല, അതുകൊണ്ട് ഞാൻ അവനെ പറ്റിയിട്ടുള്ള ചിന്ത വിട്ടു, എനിക്കിപ്പോ അവനോട് ഒരു ഇഷ്ടവുമില്ല എന്നാണ് അവള് പറയുന്നത്. ജഞ്ച യോയെ കാണാൻ ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എത്രമാത്രം പന്നിന് അവനോട് ഇഷ്ടമാണെന്നും എത്രമാത്രം ഇത്രയും ജന്മങ്ങളിൽ അവനെ ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും. ഞാൻ നിനക്ക് അവനെ തിരിച്ചു തരികയാണ്, നിങ്ങൾ രണ്ടുപേരും കുറെ കാലം ഒരുമിച്ച് സന്തോഷത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവുകയാണ്. യോയ്ക്കും അവനെ ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്, അതുകൊണ്ട് തന്നെ പന്നിനെ കാണണമെന്ന ആഗ്രഹവുമുണ്ട്. ജഞ്ചയുടെ കൂടെയുള്ള മറ്റൊരു പെണ്ണിനോട് പന്നിനെ പറ്റിയിട്ട് തിരക്കാണ്. പക്ഷെ ആ പെണ്ണും പറയുന്നുണ്ട് എനിക്കറിയത്തില്ല, കാരണം കുറെ നാളായി അവൻ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ യോ അവിടുന്ന് ഓടിപ്പോകുന്നുണ്ട് അപ്പാർട്ട്മെന്റിലേക്ക്. അവൻ അവിടേക്ക് ചെന്നിട്ട് പന്നിന്റെ പേര് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ കുറച്ച് സങ്കടത്തിലാണ്. അവിടെ ആരും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണെങ്കിലും അവൻ അവന്റെ സ്വന്തം പ്രണയം തുറന്നു പറയാണ്. എനിക്കിപ്പോഴും നിന്നെ ഇഷ്ടമാണ്, നീ പെട്ടെന്ന് എന്റെ അടുത്തേക്ക് തിരിച്ചു വാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പൻ പുറത്ത് തന്നെ നിപ്പുണ്ടായിരുന്നു. അവന്റെ ഈ ഒരു പ്രണയം പറയുന്നതൊക്കെ കേട്ടിട്ട് നമ്മുടെ പൻ പെട്ടെന്ന് അകത്ത് കയറി വരികയാണ്. യോ ഇങ്ങനെ പറഞ്ഞതൊക്കെ അവൻ കേട്ടെന്ന് മനസ്സിലാക്കി. യോയ്ക്ക് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടെങ്കിലും അവൻ പെട്ടെന്ന് തന്നെ നമ്മുടെ യോയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് എനിക്കും നിന്നെ ഇഷ്ടമാണെന്ന്. അങ്ങനെ അവര് വീണ്ടും ഒന്നിക്കുകയാണ്. അവിടെ സന്തോഷത്തില് അടുത്ത ദിവസം കാണിക്കുന്നത് പഴയൊരു രംഗത്തിന്റെ റീമേക്ക് പോലൊരു രംഗം തന്നെയാണ്. ഇവരെല്ലാരും കൂടി ഇവരുടെ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ കായെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഷിൻ ഇപ്പൊ അവരുടെ കൂടെ ഇല്ല. പന്നാണെങ്കിൽ അവളെ ഒട്ട് ഹെൽപ്പ് ചെയ്യത്തതുമില്ല. അതുകൊണ്ട് തന്നെ അവർ ആ പോർക്ക് ബ്ലഡ് സൂപ്പിന്റെ കടയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു ഇന്റർവ്യൂ നടത്തി നമ്മുടെ ഷിൻ തന്നെ അവിടെ എത്തുകയാണ്. കഴിഞ്ഞ തവണ കായ് കുറച്ച് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടാണ് അവനെ ഹയർ ചെയ്തെങ്കിലും ഇവിടെ ഒരു ടെസ്റ്റും ഇല്ലാതെ പൻ തന്നെ അവനെ ഹയർ ചെയ്യുകയാണ്. അങ്ങനെ ഇവരെല്ലാരും കുറെ നാള് ഒരുമിച്ച് സന്തോഷത്തിലൊക്കെ ജീവിക്കുന്നുണ്ട്. കഴിഞ്ഞ വട്ടം ഇവിടെ ഒന്നിച്ചപ്പോ യാമിന്റെ ഫ്രണ്ടിൽ വെച്ച് കൂടുതലായിട്ട് പന്നായിരുന്നു ഫ്ലിർട്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ യോയോട്. പക്ഷെ എന്നാൽ ഇപ്പൊ നേരെ തിരിച്ച് നമ്മുടെ യോ ആണ് പന്നുമായിട്ട് ഫ്ലിർട്ട് ചെയ്യുന്നത് യാമിന്റെ ഫ്രണ്ടിൽ വെച്ച്. അങ്ങനെ കാലങ്ങളും വർഷങ്ങളും കുറെ അധികം കഴിഞ്ഞു പോയിരിക്കുകയാണ്. പൻ ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ടെങ്കിലും യോ ഇപ്പൊ നല്ല പ്രായം വെച്ചിരിക്കുകയാണ്. അടുത്ത ജന്മത്തില് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഈ ഒരു മനോഹരമായ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. കുറച്ച് ത്രില്ലിങ്ങും കോമഡിയും സങ്കടവുമുള്ള ഒത്തിരിയധികം റൊമാൻസും സന്തോഷവുമല്ല ഈ ഒരു പന്നിന്റെയും യോയുടെയും സീരീസ് ഇവിടെ
വളരെ സന്തോഷകരമായി അവസാനിക്കുകയാണ്. എങ്കിലും ഈ ഒരു എപ്പിസോഡ് കാണുമ്പോൾ നമുക്കൊക്കെ ഒരു സങ്കടം വരും. അപ്പോൾ ഈ ഡ്രാമ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലി റിലേറ്റീവ്സും എല്ലാവരും കണ്ടിരിക്കാനും വേണ്ടിയിട്ട് ഷെയർ കൂടി ചെയ്തു കൊടുക്കണം. ഇനി മുതൽ നമ്മൾ ഫ്രാങ്ക്ലി സ്പീക്കിങ്ങിന്റെ ബാക്കിയുള്ള എപ്പിസോഡുകൾ ഇട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഫ്രാങ്ക്ലി സ്പീക്കിങ്ങിന്റെ സെക്കൻഡ് എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.